Good morning. Today we are discussing an important theorem, that is Ehrenfests Theorem. Ehrenfests Theorem first part ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. Actually, Ehrenfests Theorem is a theorem that connects both the classical and quantum mechanical observables. ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തിനെയും ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു തിയറമാണ് Ehrenfests Theorem. Suppose we have a physical system. ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഫിസിക്കൽ സിസ്റ്റം ആണെന്ന് കരുതുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്ലാസിക്കൽ അനലോഗ് ഉണ്ടെങ്കിൽ ഓർ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഈ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അനലോഗ് പ്രസൻ്റ് ആണെങ്കിൽ നമുക്ക് എന്തു പറയാം? ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓർ ക്ലാസിക്കൽ ഫിസിക്സിലെ ഈ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനുമായിട്ട് സെയിം ആണെന്ന് നമുക്ക് പറയാം. ഓർ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ ഒരു സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലാസിക്കൽ അനലോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കുമെന്ന്. ദാറ്റ് ഈസ് ഫോർ എ ഫിസിക്കൽ സിസ്റ്റം വിത്ത് ക്ലാസിക്കൽ അനലോഗ് വി അസ്യൂം ദ ഹാമിൽട്ടോണിയൻ ടു ബി ഓഫ് ദ സെയിം ഫോംസ് ആസ് ഇൻ ക്ലാസിക്കൽ ഫിസിക്സ്. സോ we can replace the classical X's and P's by corresponding operators in quantum mechanics. That means ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലാസിക്കൽ അനലോഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഹാമിൽട്ടോണിയൻ ഓഫ് the classical system should be same as that of the Hamiltonian of the quantum mechanical system, and also the position and momentum operators or components classical mechanics le position and momentum components അതായത് xi and pi's, that means xi's എന്ന് പറഞ്ഞാൽ xy and z, പിഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി എക്സ് പി വൈ ആൻഡ് പി ഇസഡ്. ഇത് പൊസിഷൻ കമ്പോണൻസ്, ഇത് മൊമെൻറ്റം കമ്പോണൻസ്. അപ്പോൾ ക്ലാസിക്കലിലെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കമ്പോണൻസിന് നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? ക്വാണ്ടം മെക്കാനിക്സിലെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസിക്കൽ സിസ്റ്റത്തിനെയും ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഹാമിൽട്ടോണിയൻ സെയിം ആയിട്ടും അതുപോലെ തന്നെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കമ്പോണൻസ് ക്ലാസിക്കലിൻ്റെ കമ്പോണൻസിന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ഒബ്സർവബിൾസ് ആയിട്ടും കണക്കാക്കുന്നു. ഫ്രം ദിസ് തിയറം ഇനി നമ്മൾ സ്പെസിഫിക് ആയിട്ട് Ehrenfests തിയറം എന്താണെന്ന് പറഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് ഓഫ് എ ക്വാണ്ടം പാർട്ടിക്കിൾ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ഇക്വേഷൻ ഓഫ് എ ക്ലാസിക്കൽ പാർട്ടിക്കിൾ. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് തമ്മിൽ ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും തമ്മിലുള്ളൊരു കണക്ഷനാണ്. നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കോർഡിനേറ്റ്. പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സൈസ് ആൻഡ് പി ഐസ്. അപ്പം ടൈം ഡെറിവേറ്റീവ് മീൻസ് ഡി ബൈ ഡി ടി ഓഫ് പി ഐ ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഐ. അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് പി ഐ ആൻഡ് ഡി ബൈ ഡി ടി ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഐ. അപ്പം ഇത് എന്ന് പറയണത് എന്തിനോട് സെയിം ആയിരിക്കും എന്നാണ് പറയണത്? ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ ഇക്വേഷനുമായിട്ട് സെയിം ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓർ വി ക്യാൻ സേ ദാറ്റ് ദ എക്സ്പെക്റ്റേഷൻ ഓർ ആവറേജ് വാല്യൂ ഓഫ് ഒബ്സർവബിൾസ് ഓഫ് ക്വാണ്ടം പാർട്ടിക്കിൾ ബിഹേവ്സ് ഇൻ ദ സെയിം മാനർ as the observables themselves do in the classical mechanics. That means Ehrenfests theorem connects classical and quantum mechanical observables. Then നമുക്ക് ഈ ഒരു തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഒരു ക്ലാസിക്കൽ സിസ്റ്റത്തിനെയും ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനെയും റിലേറ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻ. ദാറ്റ് മീൻസ് ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റും അതുപോലെ തന്നെ ക്ലാസിക്കൽ പോയിസോൺ ബ്രാക്കറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ. That means a classical Poisson bracket, ഇതാണ് classical Poisson bracket, which can be written as the quantum mechanical commutation bracket divided by IH കൾ. This is the connection between classical and quantum mechanical system. For example, we have xi pj, commutation between xi and pj is equal to IH cut into delta ij ആണ്. നമുക്കറിയാം IH cut into delta ij ആണ് xi pj. ഓർ നമുക്ക് പറയാം എക്സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? xi എന്ന് പറഞ്ഞാൽ അവിടെ x ആവാം, y ആവാം, z ആവാം. pj എന്ന് പറഞ്ഞാൽ px ആവാം, py ആവാം, pz ആവാം. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ എക്സ് പി എക്സ്, അതുപോലെ തന്നെ
വൈ പി എക്സ്, കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ വൈ പി എക്സ്, അതിനെയാണ് നമ്മൾ എക്സ് ഐ ആൻഡ് പി ജെ എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? ഐ എച്ച് കട്ട് ഇൻറ്റു ഡെൽറ്റ ഐ ജി ആണ് അതിൻ്റെ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓർ നമുക്കറിയാം എക്സ് പി എക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സെയിം ആണ്, എക്സിൻ പി എക്സ് ആണ് രണ്ടും വരുന്നത്. അപ്പോൾ ഡെൽറ്റ ഐ ജെ എന്നുള്ളത് 1 ആവും. സോ ഐ എച്ച് കട്ട്, എക്സ് പി എക്സ് ഈക്വൽ ടു ഐ എച്ച് കട്ടാണ്. അതുപോലെ തന്നെ വൈ പി വൈ ഈക്വൽ ടു ഐ എച്ച് കട്ടാണ്. ഇസഡ് പി ഇസഡ് ഐ എച്ച് കട്ടാണ്. അങ്ങനെ ഓപ്പോസിറ്റ് വരുന്നതെല്ലാം, ഓപ്പോസിറ്റ് മീൻസ് ഇവിടെ വൈ പി എക്സ് വന്നു കഴിഞ്ഞാൽ 0 ഇത് 0. ദെൻ എക്സ് പി വൈ വന്നാൽ 0. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്. ദെൻ ഈ കേസിൽ കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ ആൻഡ് പി ജെ ഐ എച്ച് കട്ട് ഡെൽറ്റ ഐ ജി ആണെങ്കിൽ ക്ലാസിക്കൽ പോയിസോൺ ബ്രാക്കറ്റ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡെൽറ്റ ഐ ജെ. ദാറ്റ് മീൻസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡെൽറ്റ ഐ ജെ ഡിവൈഡ് ബൈ ഐ എച്ച് കട്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ. ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ ഒരു കാര്യം പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണിത്. ദെൻ ഇൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് it is often necessary to evaluate the commutator of xi or pi with functions of xj's and pj's. That means ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം? ഈ രണ്ട് കേസിലും, അതായത് എക്സ് ഐ ആൻഡ് എഫ് ഓഫ് പി ആൻഡ് പി ഐ ആൻഡ് ജി ഓഫ് എക്സ്, ഇതിൻ്റെ രണ്ടിൻ്റെ റിലേഷൻ നമുക്ക് കിട്ടണം. ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ ആൻഡ് എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട്. അപ്പോൾ ഈ ഫോമിലല്ല കിടക്കുന്നത് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ ആൻഡ് എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ ഐ എച്ച് കട്ട് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പോയിസൺ ബ്രാക്കറ്റ് നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെ വരും? ഡോ എക്സ് ഐ ബൈ ഡോ എക്സ് ഐ ഇൻറ്റു ഡോ എഫ് ഓഫ് പി, ഇവിടുത്തെ ടേം ഡോ എഫ് ഓഫ് പി ബൈ ഡോ പി ഐ മൈനസ് ഡോ എക്സ് ഐ ബൈ ഡോ പി ഐ ഇൻറ്റു ഡോ എഫ് ഓഫ് പി ബൈ ഡോ എക്സ് ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ എക്സ് ഐ ബൈ ഡോ എക്സ് ഐ 1 ആണ്. പിന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലേ, സോ ഡോ എക്സ് ഐ ബൈ ഡോ പി ഐയും ഈ ടേമും ക്യാൻസലായി പോവും. നമുക്ക് റിമൈനിങ് ആയിട്ട് ഡോ എഫ് ഓഫ് പി ബൈ ഡോ പി ഐ മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ ആൻഡ് എഫ് ഓഫ് പി ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഇൻറ്റു ഡോ എഫ് ഓഫ് പി ബൈ ഡോ പി ഐ. ദെൻ കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി ഐ ആൻഡ് ജി ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഈ സെയിം രീതിയിൽ തന്നെ പോയിസൺ ബ്രാക്കറ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു പോയിസൺ, ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റ്, അതിൽ ഈ ഒരു ടേം മാത്രമേ വരുള്ളൂ, ഡോ ജി ഓഫ് എക്സ് ബൈ ഡോ എക്സ് ഐ. ഇനി എന്താണ് എഫ് ഓഫ് പിയും ജി ഓഫ് എക്സും? എഫ് ആൻഡ് ജി ആർ ഫങ്ഷൻസ് ദാറ്റ് ക്യാൻ ബി എക്സ്പാൻഡഡ് ഇൻ പവേഴ്സ് ഓഫ് പി ജെസ് ആൻഡ് എക്സ് ജെസ് റെസ്പെക്റ്റീവ്ലി. ദാറ്റ് മീൻസ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് എക്സ് ഐ പൊസിഷനാണ്, ഇത് ഫങ്ഷൻ ഓഫ് മൊമെൻറ്റമാണ്. ഫങ്ഷൻ ഓഫ് മൊമെൻറ്റം മീൻസ് എക്സൈസ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് വൈ ഇസഡ് ഇത്രയും കമ്പോണൻസ് വരാം. ഫങ്ഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരും? പി എക്സ് പി വൈ ആൻഡ് പി ഇസഡ്. ഇവിടെ അതുപോലെ തന്നെ എന്ത് വരും? പി എക്സ് പി വൈ ആൻഡ് പി ഇസഡ്. ഇവിടെ ഒരു ഫങ്ഷൻ ഓഫ് പൊസിഷനാണ് വരുന്നത്. ഈ രണ്ടാമത്തെ ടേം എങ്ങനെ വരും? ഈ കേസിൽ ഫങ്ഷൻ ഓഫ് മൊമെൻറ്റം, ഈ കേസിൽ ഫങ്ഷൻ ഓഫ് പൊസിഷൻ. അപ്പോൾ അങ്ങനെ അതിൻ്റെ കമ്മ്യൂട്ടേഷൻ, ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐ എച്ച് കട്ട് ഇൻറ്റു ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ടേം. ഈ കേസിൽ മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഈ ടേം. സോ ഇക്വേഷൻ 82 ആൻഡ് 83 ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഡോ എഫ് ഓഫ് പി ഫങ്ഷൻ ഓഫ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ഡോ പി ഐ. ഡോ പി ഐ മീൻസ് ഡോ പി എക്സ് വരാം, പി വൈ വരാം, പി ഇസഡ് വരാം. അപ്പോൾ ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഐ ഓഫ്, ദാറ്റ് മീൻസ് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ജി ഓഫ് എക്സ് ഫങ്ഷൻ ഓഫ് പൊസിഷൻ. അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് ടേമിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ദെൻ ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ദ ഹാമിൽട്ടോണിയൻ ഈസ് ഗിവൺ ബൈ, നമ്മൾ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിലാണ് ഡെറിവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രീ പാർട്ടിക്കിൾ മീൻസ് അതിന് കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ കൈനറ്റിക് എനർജി ആണ് അതിൻ്റെ ഹാമിൽട്ടോണിയൻ ആയിട്ട് കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് ഹാമിൽട്ടോണിയൻ എച്ച് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m. ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസായതുകൊണ്ട് ഓൺലി കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി മാത്രം. ദെൻ നമ്മൾ പറഞ്ഞു
ഈ സിസ്റ്റം ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റം ഒരു ക്ലാസിക്കൽ അനലോഗാണ്. ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ഇക്വേഷൻ്റെ അനലോഗാണ്. സോ ഹാമിൽട്ടോണിയൻ നമ്മൾ ഇവിടെ ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഹാമിൽട്ടോണിയനാണ് ഫ്രീ പാർട്ടിക്കിളിൻ്റെ. അപ്പോൾ ഇത് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിനും അപ്ലൈ ചെയ്യാൻ പോവുക. ഈ ഹാമിൽട്ടോണിയൻ്റെ വാല്യൂ p²/2m എന്ന് പറഞ്ഞ വാല്യൂ. സോ നമ്മുടെ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ക്വാണ്ടം മെക്കാനിക്കൽ ഇക്വേഷനാണ് ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹാമിൽട്ടോണിയന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഈ ക്ലാസിക്കലിലെ ഈ വാല്യൂ ആണ്, p²/2m എന്ന് പറഞ്ഞ വാല്യൂ ആണ്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ലാസ്റ്റ് എത്തിച്ചേരും. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ഇക്വേഷനോട് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ h is equal to p²/2m, that is equal to px² plus py² plus pz² / 2m. Then first for momentum operator, ഇവിടെ m മാസ് ഓഫ് ഫ്രീ പാർട്ടിക്കിൾ ആണ് കേട്ടോ. ഫോർ മൊമെൻറ്റം ഓപ്പറേറ്റർ dpi/dt is equal to 1/ih ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ pi ആൻഡ് h. ദാറ്റ് മീൻസ് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ. അതിലേക്ക് തിരിച്ചു പോവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് മീൻസ് dAh divided by dt is equal to 1/ih into commutation between ah and h. മീനിങ് എന്താണ്? ഇത് ഹൈസൻബർഗ് പിക്ചറിലെ ഒരു ഓപ്പറേറ്ററാണ്. അതിൻ്റെ ഡെറിവേറ്റീവ്, ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/ih ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ ആ ഓപ്പറേറ്ററും ഹാമിൽട്ടോണിയനുമാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഓപ്പറേറ്റർ dpi എന്നാണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ഇവിടുത്തെ ഓപ്പറേറ്റർ എന്താണ്? pi ആണ്. pi എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മെക്കാനിക്സിലെ മൊമെൻറ്റം കമ്പോണൻ്റ് ആണ്. അത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ മൊമെൻറ്റം ഓപ്പറേറ്ററായിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ഇവിടെ കൊടുക്കുന്ന ടേം ഈ ഓപ്പറേറ്ററിന് പകരം എന്ത് കൊടുക്കാം? pi എന്ന് കൊടുക്കാം. pi എന്താണ്? ഹൈസൻബർഗ് പിക്ചറിലെ ഓപ്പറേറ്ററാണ് pi. ഇപ്പോൾ ഈ ഇക്വേഷനിലേക്ക് pi കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? ഹൈസൻബർഗ് പിക്ചറിലെ ഒരു ഓപ്പറേറ്ററായി. ഇവിടെ ഇങ്ങനെ h എന്ന് നമ്മൾ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് ഹൈസൻബർഗ് പിക്ചറിലെ മൊമെൻറ്റം ഓപ്പറേറ്ററാണ്. സോ dpi/dt is equal to 1/ih ഇൻറ്റു ദെൻ ഇവിടെ എഴുതുന്ന ഏതാണ്? ഈ ഓപ്പറേറ്റർ, ഈ a of h എന്ന് പറഞ്ഞ പോലെ ഈ ഓപ്പറേറ്റർ എഴുതണം. ദാറ്റ് ഈസ് ഇവിടുത്തെ മൊമെൻ്റ് ഓപ്പറേറ്ററാണ് pi, h മീൻസ് ഇവിടെ ഹാമിൽട്ടോണിയൻ p²/2m. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ പറഞ്ഞിരുന്നു എന്താണ് ഈ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുന്നത്? ക്ലാസിക്കൽ ഹാമിൽട്ടോണിയനും അതുപോലെ തന്നെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കമ്പോണൻസ് ക്വാണ്ടം മെക്കാനിക്സിലെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. Equation 84 means 84 is h is equal to px² plus py² plus pz² divided by 2m. Means for making equation of motion for a free particle, we take the Hamiltonian of the same form as in classical mechanics, where px, py and pz are the operators in Heisenberg picture. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹാമിൽട്ടോണിയൻ, ക്ലാസിക്കൽ ഹാമിൽട്ടോണിയൻ തന്നെ നമ്മൾ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ ഓപ്പറേറ്റർ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം കമ്പോണൻസിന് നമ്മൾ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സായിട്ട് അഡോപ്റ്റ് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്തു. നമ്മുടെ ഹൈസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിലേക്ക് അപ്ലൈ ചെയ്തു. ഇനി ഇക്വേഷൻ 85 അനുസരിച്ച് dpi/dt is equal to 1/ih into commutation between pi, p² divided by 2m എന്നാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇവിടെ x ആണെന്ന് വിചാരിക്കുക. dpx/dt is equal to 1/ih into px, h എന്ന് വരും. ദാറ്റ് മീൻസ് 1/ih into px, h means px² plus py² plus pz² divided by 2m. അപ്പോൾ നമ്മളത് കമ്പോണൻസ് ആക്കി തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2m നമ്മൾ ഔട്ട് സൈഡ് എടുത്താൽ 1/2m ഇൻറ്റു ഐ എച്ച് ഗഡ് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി എക്സ് കോമ പി എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് കോമ പി വൈ സ്ക്വയർ പ്ലസ് പി എക്സ് കോമ പി ഇസഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ 3 കമ്മ്യൂട്ടേഷൻ ടേമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എ കോമ ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ കമ്മ്യൂട്ടേഷൻ എ ബി ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു കമ്മ്യൂട്ടേഷൻ എ സി ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? പി എക്സ് കോമ പി എക്സ് ഇൻറ്റു പി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ഓൾസോ വി ഹാവ് പി എക്സ് കോമ പി വൈ ഇൻറ്റു പി വൈ അതും എന്താണ് 0 ആണ്. ദെൻ പി എക്സ് കോമ പി ഇസഡ് ഇൻറ്റു പി ഇസഡ് ആ ടേമും 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് ഡി പി ഐ ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി ഐ കോമ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ദാറ്റ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് ഡി പി എക്സിൻ്റെ കേസാണ് എടുത്തത്, ഡി പി എക്സ് ബൈ ഡി ടി. അതുപോലെ തന്നെ ഡി പി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി വൈ ആൻഡ് എച്ച്. ഓൾസോ ഇസഡിൻ്റെ കേസിൽ ഡി പി ഇസഡ് ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി ഇസഡ് ആൻഡ് എച്ച്. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. സോ ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതാം? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡി പി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ പി ഐ കോമ പി സ്ക്വയർ ബൈ 2m ഈക്വൽ ടു 0. അപ്പം പി ഐ എന്ന് പറഞ്ഞാൽ പി എക്സ് ആവാം, പി വൈ ആവാം, പി ഇസഡ് ആവാം. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ ഏതാണോ ഇവിടുത്തെ ഓപ്പറേറ്റർ ഏതാണോ അത് തന്നെ അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ടൈമിനനുസരിച്ച് മൊമെൻറ്റം വേരി ചെയ്യുന്നില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 0 ആണ്. ദസ് ഫോർ എ ഫ്രീ പാർട്ടിക്കിൾ ദ മൊമെൻറ്റം ഓപ്പറേറ്റർ ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ വിച്ച് മീൻസ് ദാറ്റ് പി ഐ ഓഫ് ടി ഈസ് ഈക്വൽ ടു പി ഐ ഓഫ് 0 അറ്റ് ഓൾ ടൈംസ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ കേസാണ് എടുത്തത്. അത് ഡി പി ഐ ബൈ ഡി ടി എന്ന ഫോമിൽ നമ്മുടെ ഹേസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ മൊമെൻറ്റം ഓപ്പറേറ്റർ അപ്ലൈ ചെയ്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ത് കിട്ടി? മൊമെൻറ്റം ഓപ്പറേറ്റർ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇനീഷ്യലി ഉള്ള മൊമെൻറ്റും ആഫ്റ്റർ ടൈം ടിയിലുള്ള മൊമെൻറ്റും സെയിം ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു പി ഐ ഓഫ് 0 അറ്റ് ഓൾ ടൈംസ്. നെക്സ്റ്റ് പൊസിഷൻ ഓപ്പറേറ്റർ. ഇപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് ഓർ പൊസിഷൻ കമ്പോണൻസ് ആയ എക്സ് വൈ ആൻഡ് ഇസഡ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് എക്സ് വൈ ആൻഡ് ഇസഡ് പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലെ ഹേസൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ അപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇവിടെ ഓപ്പറേറ്റർ കൊടുക്കുമ്പോൾ പി ഐ നമ്മൾ ആദ്യം കൊടുത്തു, പിന്നെ നമ്മൾ ഇവിടെ പൊസിഷൻ കൊടുക്കുക. ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ കോമ എച്ച്. അപ്പോൾ ഇവിടെ ഏത് ഓപ്പറേറ്റർ ആണോ ആ ഓപ്പറേറ്റർ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. വേർ എക്സ് ഐ ഈസ് ദ പൊസിഷൻ ഓപ്പറേറ്റർ ഇൻ ദ ഹേസൻബർഗ് പിക്ചർ. ഇപ്പോൾ എക്സ് ഐ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പൊസിഷൻ കമ്പോണൻ്റ് ആണ്. അതിനെ നമ്മൾ എന്തായിട്ടെടുത്തു? ഹേസൻബർഗ് പിക്ചറിലെ ഒരു ഓപ്പറേറ്ററായിട്ട് അസ്യൂം ചെയ്തു. ഓൾസോ നമ്മൾ ഈ എച്ച് എന്തായിട്ടാണ് എടുക്കുന്നത്? ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഹാമിൽട്ടോണിയനായ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ വി ക്യാൻ റൈറ്റ് ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ കോമ പി സ്ക്വയർ ബൈ 2m. ഹാമിൽട്ടോണിയൻ അപ്ലൈ ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/i എച്ച് ഗട്ട് ഇൻറ്റു 2m കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ കോമ പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്പർ 82 അപ്ലൈ ചെയ്യേണ്ട സമയമായി. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ ആൻഡ് ഫങ്ഷൻ ഓഫ് പി. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ നോക്കുക, എക്സ് ഐ ആൻഡ് ഫങ്ഷൻ ഓഫ് പി ആണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ 82-ൽ എഴുതിയിട്ടുണ്ട് ഐ എച്ച് ഗട്ട് ഇൻറ്റു ഡോ എഫ് ഓഫ് പി ബൈ ഡോ പി ഐ. അതാണ് ക്വാണ്ടം മെക്കാനിക്കൽ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റും അതിൻ്റെ ക്ലാസിക്കൽ പോയിസൺ ബ്രാക്കറ്റും തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റിലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ ഈ രണ്ട് 82 ആൻഡ് 83 കമ്മ്യൂട്ടേഷൻ റിലേഷൻ എഴുതിയത്. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് എക്സ് ഐ ആൻഡ് എഫ് ഓഫ് പിയുടെ ഐ എച്ച് ഗട്ട് ഇൻറ്റു ഡോ എഫ് ഓഫ് പി ബൈ ഡോ പി ഐ ആണ്. സോ കമ്മ്യൂട്ടേഷൻ ബിറ്റ്വീൻ എക്സ് ഐ കോമ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ഇസ് ഈക്വൽ ടു ഐ എച്ച് ഗട്ട് ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡോ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ പി ഐ. അപ്പോൾ ഇവിടെ നോക്കുക, ഡോ എഫ് ഓഫ് പി
ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m ആണ്. ആ പി സ്ക്വയർ ഇവിടെ കൊടുത്തു, 2m ഇവിടെയുണ്ട്, ഇവിടെ ഡോ പി ഐ. ദാറ്റ് മീൻസ് ഐ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഡോ ബൈ ഡോ പി ഐ ഓഫ് പി സ്ക്വയർ ആണ്. പി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കമ്പോണൻസ് വരും? പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ, 3 കമ്പോണൻസാണ് വരുന്നത്. അതിന് നമ്മൾ സമ്മേഷൻ ജെ ഇസ് ഈക്വൽ ടു 1 to 3 പി ജെ സ്ക്വയർ എന്ന് എഴുതുവാണ്. അപ്പോൾ അങ്ങനെ എഴുതിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഐ എച്ച് കട്ട് ഇപ്പോൾ ഈ ടൈം അതുപോലെ തന്നെ ഇൻറ്റു ഡോ ബൈ ഡോ പി ഐ ഓഫ് എന്തൊക്കെയുണ്ട്? പി സ്ക്വയർ ആണ്. അപ്പോൾ പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ. ഇനി നോക്കുക, ഇവിടെ ഓരോ ടൈം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പി ഐ എന്ന് പകരം പി എക്സ് ആണെന്ന് വിചാരിക്കുക. പി ഐ എന്ന് പറഞ്ഞാൽ പി എക്സ് പി വൈ ആൻഡ് പി ഇസഡ്സ് അല്ലേ. സോ ഡോ ബൈ ഡോ പി എക്സ് ആദ്യത്തെ കമ്പോണന്റ് നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ എന്നല്ലേ വരുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു പി എക്സ് എടുക്കുമ്പോൾ ഈ ടൈമിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയല്ലോ, ഈ ടൈം 0 അല്ലേ. സോ നമുക്ക് എങ്ങനെ എഴുതണം? ഡോ ബൈ ഡോ പി എക്സ് ഓഫ് പി എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 2px എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ നമ്മൾ അടുത്ത കേസിലെടുത്ത് നോക്കിയാലോ, ഡോ ബൈ ഡോ പി വൈ ഓഫ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ. അപ്പോൾ അങ്ങനെ അപ്പോഴും എന്താണ്? പി വൈ വെച്ച് ഡെറിവേറ്റീവ് എടുക്കേണ്ടത് ഈ ടൈമിന് മാത്രമേ വരുന്നുള്ളൂ. സോ അത് നമുക്ക് 2py എന്ന് കിട്ടും ഡെറിവേറ്റീവ്. ഓൾസോ ഡോ ബൈ ഡോ പി ഇസഡ് ഓഫ് പി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ സ്ക്വയർ പ്ലസ് പി ഇസഡ് സ്ക്വയർ എന്ന് എഴുതിയാൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 2pz എന്ന് കിട്ടും. ദാറ്റ് ഈസ് ആദ്യം നമുക്ക് 2px എന്ന് കിട്ടി, പിന്നെ 2py എന്ന് കിട്ടി, പിന്നെ നമുക്ക് 2pz എന്ന് കിട്ടി പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ. ഈ പി എക്സ് പി വൈ പി ഇസഡ്സ് എന്താണ്? പി ഐസ് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ട് നമുക്ക് പി ഐ എന്ന് കൊടുത്താൽ മതിയല്ലോ. ഇതിനെല്ലാം കൂടെ വേണ്ടിയിട്ട് നമുക്ക് പി ഐ എന്ന് പറഞ്ഞൊരു ഒറ്റ പേര് കൊടുത്താൽ മതി. സോ 2pI എന്ന് നമുക്ക് ജനറലായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/IH കട്ട് ഇൻറ്റു ഈ കമ്മ്യൂട്ടേഷൻ. ഈ കമ്മ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്തെന്ന് എഴുതിയത്? ഐ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു ഡോ പി സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ പി ഐ എന്ന് എഴുതിയത്. അതാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? ഐ എച്ച് കട്ട് ഡിവൈഡ് ബൈ 2m ഇൻറ്റു ഡോ ബൈ ഡോ പി ഐ ഓഫ് പി ഐ സ്ക്വയർ. ഓർ ഇങ്ങനെ എഴുതിയാലും സെയിം ആണ്, ഡോ ബൈ ഡോ പി ഐ ഓഫ് പി ഐ സ്ക്വയർ. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പി ഐ എടുക്കുമ്പോൾ എന്ത് വരും? 2pI വരും. സോ നമുക്ക് എന്ത് എഴുതാം? ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഇപ്പോൾ ഓൾറെഡി 1/IH കട്ട് ഉണ്ട്, ഈ കമ്മ്യൂട്ടേഷന് തൊട്ട് മുമ്പുള്ള 1/IH കട്ട്, പിന്നെ ഈ കമ്മ്യൂട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് നമുക്ക് എന്താണ് കിട്ടിയത്? ഐ എച്ച് കട്ട് ഡിവൈഡഡ് ബൈ 2m, പിന്നെ ഉള്ളത് ഇത് ഡെറിവേറ്റീവ് ഡോ പി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ പി ഐ, ദാറ്റ് ഈസ് 2pI. ഇനി ഐ എച്ച് കട്ടും ക്യാൻസലായിപ്പോയി, 2 × ക്യാൻസലായി, റിമൈനിങ് ഡി എക്സ് ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു PI by AM. Equation number 88. Then we can write equation number 88 as dxi by dt is equal to PI of 0 divided by M. നമ്മൾ ആദ്യമേ ചെയ്തിട്ടുണ്ട്. മൊമെൻറ്റം എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈമിന് വേരിയേഷൻ ഇല്ല. ഇനീഷ്യൽ മൊമെൻറ്റും ഫൈനൽ മൊമെൻറ്റും സെയിം ആണ്, അതിൻ്റെ ടൈം ഡെറിവേറ്റീവ് 0 ആണ്. സോ പി ഐക്ക് പകരം നമുക്ക് PI of 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഇത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഐ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. സോ എക്സ് ഐ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ PI of 0 divided by 2m into dt. That is equal to PI of 0 divided by m into t plus constant of integration. Then at t is equal to 0, xi of 0 is equal to c ആണ്. അപ്പോൾ നോക്കുക, ഇത് t is equal to 0 എന്ന് കൊടുക്കുമ്പോൾ xi of 0, ഇത് ടിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ xi of 0 is equal to c എന്ന് കിട്ടും. xi of t is equal to PI of 0 divided by m into t plus xi of 0. Or we can write it as xi of t is equal to xi of 0 plus PI of 0 divided by m into t. Or xi of t minus xi of 0 is equal to PI momentum, that is mv into t divided by em. അപ്പോൾ നമ്മൾ ഇതാണ് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. ഇനി നമ്മൾ അതിൻ്റെ ക്ലാസിക്കലിൽ ഉള്ള ഇക്വേഷനിലേക്ക് നമ്മൾ നോക്കുവാണ്, അതായത് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് പി എ എന്ന് പറഞ്ഞാൽ എം വി എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ എം ഉണ്ട്, ടി ഉണ്ട്. ദാറ്റ് മീൻസ് ഇതെന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ ചേഞ്ച് ആണ്. അപ്പോൾ ടി എന്ന് പറഞ്ഞ ടൈമിലെ പൊസിഷനും മറ്റ് 0
ടൈമിലുള്ള പൊസിഷനും. ദാറ്റ് മീൻസ് ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ്. എസ് ഇസ് ഈക്വൽ ടു എമ്മും ക്യാൻസൽ ആയി പോയാൽ വി ഇൻറ്റു ടി. അപ്പോൾ നമുക്ക് ക്ലാസിക്കൽ ഇക്വേഷനിലേക്ക് എത്തി. എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി. This equation 89 is same as the classical trajectory motion for a uniform rectilinear motion. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലുള്ള മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനാണിത്. ഓരോ പർട്ടിക്കുലർ ടൈമിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് എസ് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ടി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയനും അതുപോലെ തന്നെ ഓപ്പറേറ്റേഴ്സ്, മൊമെൻറ്റം ആൻഡ് പൊസിഷൻ ഓപ്പറേറ്റേഴ്സും ഹെയ്സൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷനിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ഒരു ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു വി ടി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഇക്വേഷനിലേക്ക് എത്തി. ഇനി നമ്മൾ ഏൺഫെസ്റ്റ് തിയറത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തത് എച്ച് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എന്ന് പറയുന്ന ഒരു കൈനറ്റിക് എനർജിയുടെ പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫ്രീ പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഓൺലി കൈനറ്റിക് എനർജി മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹാമിൽട്ടോണിയന് ഒരു പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്യുക. വി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യലും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം എച്ച് ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് വി ഓഫ് എക്സ് പൊട്ടൻഷ്യലിൻ്റെ ഒരു ടേമും കൂടെ ആഡ് ചെയ്ത് എഴുതി. ഈ സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് മൊമെൻറ്റം ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടും അതുപോലെ തന്നെ പൊസിഷൻ ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടും ഹെയ്സൻബർഗ് ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിച്ച് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാം എക്സ്പെക്റ്റേഷൻ വാല്യൂ എടുക്കുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനോട് ഇക്വലൻ്റ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് ലോയോട് അനലോഗസ് ആണ് ഈ ഇക്വേഷൻ എന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏൺഫെസ്റ്റ് തിയറത്തിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.